എടാ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്ക്ലൂസീവ് സബ്സ്ക്രിപ്ഷൻ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ മലയാള സിനിമയിലുള്ള നടിമാർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സാധനമുണ്ട്. അപ്പോ ഈ ഇടയ്ക്ക് ഏതൊരു പുള്ളിക്കാരിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ന്യൂഡിറ്റി അല്ല, പ്രൈവസി ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അല്ല, നോർമൽ ഫോട്ടോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാനാണ് ഇത് എടുത്തിട്ടേക്കുന്നത്. അങ്ങനത്തെ ഇടാനാണോ നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇടുന്നതിന്? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നോർമലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ക്ലൂസീവ് എടുത്ത് അതിന്റെ അകത്ത് ആവശ്യം തോന്നുന്നു. നിങ്ങൾ ആ കാണുന്നതിന്റെ ഇതിനകത്ത് കാണാനുള്ളത്, അതിന് ആൾക്കാർ പൈസ എടുത്തുകൊണ്ട് കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇടുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങൾ അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് ഇതില് എക്സ്ക്ലൂസീവ് പോയി കാണുന്നത് പൈസ അടച്ച് കാണുന്ന അവരൊക്കെ ഒരാൾക്കാർ ഇഷ്ടം. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഈ എക്സ്ക്ലൂസീവ് എടുത്തിട്ട് അത് ന്യായീകരിക്കരുത്. മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും പ്രൈവസി ആയിട്ട് പൈസ അടച്ച് കാണാത്ത കാര്യങ്ങൾ തന്നെയാണ് എക്സ്ക്ലൂസീവ് എല്ലാവരും ഇടുന്നത്. അതുകൊണ്ട് അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. എനിക്ക് ആ ഒരു ന്യായീകരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട്ടില് എന്തുവാ ഈ ഒരു സാധനം, അതായത് മറ്റുള്ളവരുടെ ഒരു പ്രൈവസി കാണാനുള്ള ആർത്തിയാണ് ഈ എക്സ്ക്ലൂസീവ് എന്ന സാധനമൊക്കെ മുതലെടുക്കുന്നത്. ഈ കേരളത്തിലെ ഏതോ ഒരു പെണ്ണിന്റെ എന്നൊക്കെ കണ്ടായിരുന്നു, എത്ര 20.2K ആൾക്കാർ അവളെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അവളുടെ സബ്സ്ക്രിപ്ഷൻ 320 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം മാസം 90 ലക്ഷം രൂപ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ട്. നല്ലതാ, ചെയ്തു കൊടുക്കും.